ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പ്രശുഫ് കുമാർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദ സീക്രട്ട് ബൈ റോണ്ട ബയൻ. റോണ്ട ബയൻ രചിച്ച സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് അല്പം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ശരിക്കും അവസാനം വരെ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുമുള്ള ഉള്ളടക്കം മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. റോണ്ട ബയൻ, ഷീസ് എൻ ഓസ്ട്രേലിയൻ റൈറ്റർ. 1951 ഓസ്ട്രേലിയയിലെ മെൽബോണിൽ ഇവർ ജനിച്ചു. ഇവർ ഒരു TV സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ ആയിരുന്നു. 2006 ആണ് ഇവർ ഈ പുസ്തകം എഴുതിയത്, ദ സീക്രട്ട്. ഈ പുസ്തകം എഴുതി ഇവർ വളരെ ഫേമസ് ആയി. വേൾഡ് മൊത്തം ഇവരുടെ പേര് അറിയാൻ തുടങ്ങി. ഈ പുസ്തകം രചിക്കുന്നതിന് തൊട്ട് മുൻപുള്ള കുറച്ച് കാലങ്ങൾ ഇവർക്ക് വളരെ ജീവിതത്തിൽ വളരെ ചാലഞ്ചിങ് പീരീഡായിരുന്നു. അതായത് അവരുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ജോബ് ലോസായി, അവരുടെ ഫാദർ മരിച്ചു. അങ്ങനെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു കാലമാണ്. വളരെ മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിലാണ് ഇവർ ഇങ്ങനെ ഡിസ്കവർ ചെയ്ത് ഈ ഒരു കോൺസെപ്റ്റ് അവർ ഡിസ്കവർ ചെയ്ത്. എന്താണ് ദ ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം. പ്രകൃതിയിൽ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മൾക്ക് ലഭിക്കും, ആകർഷിക്കാനുള്ള ഇതുണ്ടെന്നുള്ള ആ ഒരു ലോ, സെയിം ലോ ഓഫ് അട്രാക്ഷൻ പോലെ ഉള്ള ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആ ഒരു ആകർഷണ നിയമം, അതുപോലെ പ്രകൃതിക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിന് കൂടുതൽ അവർക്ക് ഇത് ഇത്തിരി കൂടെ ഒരു സ്പാർക്കിംഗ് ഉണ്ടായത് ചില ഫിലോസഫേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ്, ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസും, പിന്നെ സയൻറ്റിസ്റ്റുകളുടെ ഇതിനെക്കുറിച്ചുള്ള ചില ഇൻ്റർവ്യൂകളും, ദെൻ ദ സ്പീക്കേഴ്സിൻ്റെ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള സംഭാഷണങ്ങളും ഒക്കെ ഇതേവരെ കുറച്ചുകൂടെ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഇവർ ഇതിൽ നിന്ന് കണ്ടത് എന്ന് പറഞ്ഞാലും നല്ല സ്ട്രോങ് നമ്മളെ ചിന്തകളും ഫീലിങ്ങുകളുമാണ് ഓരോരുത്തരെ ജീവിതത്തെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത്. നമ്മളെ ചിന്തകൾ എങ്ങനെ ആയിരിക്കും, അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതവും വന്നു ചേരുന്നത്. പോസിറ്റീവ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഈ ലോ ഓഫ് അട്രാക്ഷൻ മുഖാന്തരം പറയുന്ന ഒരു കാര്യം, നമുക്ക് എന്താണോ വേണ്ടത് അത് തീക്ഷ്ണമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും അത് നമുക്ക് ജീവിതത്തിൽ ലഭിച്ചു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്താൽ, അതായത് നമുക്ക് പണമായാലും പ്രശസ്തിയായിരുന്നാലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നാൽ അതിനെക്കുറിച്ച് അതെല്ലാം എനിക്ക് ശരിയായി, ഓക്കെ നൗ എനിക്ക് അങ്ങനെ നമ്മൾ സ്ട്രോങ് ബിലീവ് ചെയ്ത് ഇത് ചെയ്താൽ അത് നമ്മളിലേക്ക് വന്ന് ചേരുമെന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ഓക്കെ, ദിസ് ബുക്ക് എൻകറേജസ് ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ്. ഈ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളെല്ലാവരും യു ഹാവ് ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് and positivity. You have to practice it. You have to cultivate. Then the book ഇത് വളരെ ഇൻ്റർനാഷണൽ ഫെയിമായി ഈ പുസ്തകം.
ഇത് ലോകത്തിലുള്ള എല്ലാവരും പലരും ഇതിൻ്റെ ഈ ലോ ഓഫ് അട്രാക്ഷൻ കൂടെ പലർക്കും ഇതുപോലെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും അത് നേടിയെടുത്തു എന്ന് ഉള്ള പല ഉദാഹരണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് റെസൊണേറ്റഡ് വിത്ത് മെനി റീഡേഴ്സ്. ഈ പുസ്തകം വായിച്ച് ഇതിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ആൾക്കാർ ആകർഷകരായി ഇതിൻ്റെ ഈ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നും ഈ 2006 തന്നെ ഒരു ഫിലിം അമേരിക്കയിൽ ഈ പേരിൽ സെയിം കോൺസെപ്റ്റ് ദ സീക്രട്ട് എന്ന പേരിൽ ഒരു ഫിലിം റിലീസ് ചെയ്തു. ആ ഫിലിമിൽ കുറച്ച് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഓരോ സൗഭാഗ്യങ്ങൾ നേടിയെടുത്തവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിലിം കൂടെ റിലീസ് ചെയ്തപ്പോൾ ഈ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ഭയങ്കര ഫേമസ് ആയി, അതിൻ്റെ കോപ്പീസ് കിട്ടാതായി. അപ്പോൾ ഇത് ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ബുക്കാണ്. ഈവൻ നമ്മൾ മെൻ്റൽ സ്ട്രെസ്സോ മറ്റെന്തെങ്കിലും വറീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കുറച്ച് മൈൻഡിന് റിലാക്സേഷൻ കിട്ടും. അങ്ങനെ ഈ ഫിലിം റിലീസ് ചെയ്തതോടുകൂടി ഇത് കാരണം ഇത് അതിൽ ഇൻ്റർവ്യൂ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള അവരുമായിട്ട് നേരിട്ട് ഇൻ്റർവ്യൂകൾ നടത്തി അവരെ ജീവിതത്തിൽ അവർ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നേടിയെടുത്തു. അപ്പോൾ ഇത് കൂടെ വന്നപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഈ കോൺസെപ്റ്റ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇത് സത്യമാണെന്നും അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശ്വാസ്യത വളരെ ഏറി. അങ്ങനെ പക്ഷേ ഇതൊക്കെ വന്നെങ്കിലും കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ക്രിട്ടിക്സുകളുണ്ടായിരുന്നു. അവർ ഇത് പറയുന്ന എത്ര ഈ ചലഞ്ചിങ് ആയിട്ടുള്ള ലൈഫിൽ ഈ ഒരു ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എങ്ങനെ നമുക്ക് ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അതിൻ്റെ ലോജിക്കിനെ കുറിച്ച് അവർ ക്വസ്റ്റ്യൻ ചെയ്തു. എനിവേ എല്ലാത്തിനും രണ്ട് വശങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഈ കോൺസെപ്റ്റ് ലോകത്തിലിപ്പം വളരെ പ്രചാരത്തിലുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ സീക്രട്ട് ടു ബി ഫെൽറ്റ് വിത്ത് മെനി പീപ്പിൾ സ്റ്റിൽ. ഈ പ്രിൻസിപ്പിള് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു വിഭാഗം ജനങ്ങൾ ഇതിനെ എംബ്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ അവരുടെ ജീവിതത്തിൽ ഇത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ ചില സക്സസ്ഫുൾ പീപ്പിൾ എല്ലാം അവർക്കൊക്കെ ഇതിൻ്റെ സീക്രട്ടാണ്. പ്രകൃതിയിൽ ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നും അത് നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് നമ്മളിലോട്ട് വന്നു ചേരുമെന്ന് ഒരു മൈനോറിറ്റി വിഭാഗത്തിന് അറിയാം. അപ്പം നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അവെയറല്ലേ ഇരിക്കും, അതൊക്കെ ഉണ്ട് സംഭവം. അത് നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്ന എന്തും നമ്മളിലോട്ട് വന്നു ചേരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഇത് പല എക്സ്പീരിയൻസസും നമ്മുടെ ജീവിതത്തിൽ വന്നു കാണും. എന്തായാലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യും. ഇതിൻ്റെ നമ്മുടെ തീക്ഷ്ണത പോലെ ഇരിക്കും. നമ്മുടെ ആ ഒരു ബിലീവും നമ്മൾ ആ ആഗ്രഹിക്കുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും അനുസരിച്ച് നമുക്ക് അത് നമ്മളിലോട്ട് എപ്പോഴും വരുമെന്നുള്ള അതിൻ്റെ ആ താമസം ചിലർക്ക് പെട്ടെന്ന് അത് അവരിലോട്ട് ആകർഷിക്കും. ഇപ്പം നമ്മളൊരു റേഡിയോ സ്റ്റേഷൻ എടുത്താലും നമ്മൾ ചിന്തകൾക്കെന്ന് പറയുന്ന ചിന്താ തരംഗങ്ങളെന്നാണ് പറയുന്നത്. ഈ തരംഗങ്ങൾ എൻ്റെ ഒരു വേവ് ലെങ്ത്ത്. ഇപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ നമ്മളൊരു സ്റ്റേഷൻ ട്യൂൺ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക വേവ് ലെങ്ത്തിൽ അത് ഇത് ചെയ്തെങ്കിലും അവിടെ ഇത് പ്രോഗ്രാം കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പണമാണോ പ്രശസ്തിയാണോ, ഇതിനെല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമുക്ക് വന്നു ചേരും. അത് ഒരു സത്യമാണോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എക്സാമ്പിൾസ് പലരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റും ഗ്രാറ്റിറ്റ്യൂഡ് എവരിഡേ പ്രാക്ടീസ് ചെയ്യുക.
ജീവിത വിജയങ്ങൾ കൈവരിക്കുക. പ്രകൃതി എന്ന് പറഞ്ഞാൽ സമൃദ്ധമാണ്. എല്ലാ മനുഷ്യർക്കും ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള സമ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ സൗഭാഗ്യങ്ങൾ പ്രകൃതിയിലുണ്ട്. എന്തുകൊണ്ട് കുറച്ച് ആൾക്കാർ സക്സസ് ആവുന്നു, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെല്ലാം അവരിലേക്ക് വന്നു ചേരുന്നു? അവർ ഈ ലാ ഓഫ് അട്രാക്ഷൻ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. അവർ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നു, അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിക്കുന്നു. അപ്പം ലാ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് ഒരു കൂടുതൽ ആൾക്കാരും പറയപ്പെടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കമൻസുകളുണ്ടെങ്കിൽ പ്ലീസ് രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഓക്കെ, ബായ്.